നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് അത് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക ഏൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടേക്ക് എടുക്കാം. നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഇന്നലെ ഷെയർ ചെയ്ത ലെവൽസാണ് ഇതൊക്കെല്ലാം. ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ ഒരു റെസിസ്റ്റൻസ് 141.40% റെസിസ്റ്റൻസ് ആയിരുന്നു. എക്സാക്ട് ഓപ്പണിംഗ് ആ ഒരു ഏരിയയിൽ അവിടെ നിന്ന് റിജക്ഷൻ എടുത്തു. പ്രൈസ് താഴേക്ക് വന്നു. പ്രൈസ് താഴേക്ക് വന്നത് എങ്ങനെയാണ്? 5 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ABC സ്ട്രക്ചറിലാണ് പ്രൈസ് താഴെ വന്നത്. മോർണിംഗ് ഒന്നും നടന്നില്ല. ഫസ്റ്റ് ഹാഫ് ഒന്നും ശരിക്കും താഴെ വന്നു, ബൗൺസ് എടുത്തു. ആ ബൗൺസ് ബീഡ് ആയിരുന്നു. ആൻഡ് ദെൻ വീണ്ടും റെസിസ്റ്റൻസ് എടുക്കുന്നു. കണ്ട വീണ്ടും താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ട വീണ്ടും ഒരു ഡോജി ക്യാൻഡിലാണ്, ഇൻവേർട്ടഡ് ഡോജിയാണ്. ഓക്കെ, ഈ ക്യാൻഡിൽ കണ്ട ദാറ്റ് മീൻസ് വീക്ക്നെസ് സൈൻ ആണ്. സോ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. സെലേഴ്സ് ആക്റ്റീവാണ്. ഓക്കെ, സോ അതാണ് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ്. ആൻഡ് ദെൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ഫോളാണ് ഇത്. ഓക്കെ, സോ ഈ ഒരു ഫോൾ വീണ്ടും വന്നു. ആൻഡ് വീണ്ടും ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായി ടൈപ്പ് ഓഫ് എൻഡിങ് പാറ്റേൺ ഫുൾ കംപ്ലീറ്റ് ആയില്ല. യെസ്, എക്സാക്ട് നമ്മുടെ ആ ഒരു സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് എൻഡിങ് എൽ പാറ്റേൺ ഉണ്ടാക്കി. ഞാൻ നേരത്തെ തന്നെ മാറാൻ പറഞ്ഞു. മോസ്റ്റ്ലി എൻ്റെ അടുത്ത് ആരോ 1-2 പേര് ചോദിച്ചപ്പോൾ ഞാൻ 25,350 മാറാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ റീസൺ ഇത് കണ്ട അത് ഇവിടെ സപ്പോർട്ട് എടുത്ത് ബൗൺസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ഇൻറ്റേർണൽ മൂവ്സ് നമ്മളിപ്പോഴും കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4 and 5 മൂവ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായി? പിന്നെ മൂവ് താഴേക്ക് മൂവ് പിന്നെ ലിമിറ്റഡ് ആണ്, റെയർ ആണ്. സോ അവിടെ പ്രൈസ് എന്ത് പോസ് എടുക്കും. സോ പോസ് എടുത്ത് കഴിഞ്ഞിട്ട് എന്തായി? എൻഡിങ് നല്ല പാറ്റേൺ ഇവിടെ ഉണ്ടാക്കി. ഓക്കെ, സോ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് തിരിച്ച് ആ സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് വീണ്ടും പ്രൈസ് മുകളിലേക്ക് കയറി. ഇതാണ് നമ്മുടെ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം. ഡയഗണൽ പാറ്റേൺ ആണ്. എൻഡിങ് ലെവൽ ലീഡിങ് ലെവൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് പിന്നെ മൂവ് കിട്ടും. ആൻഡ് ദെൻ ലാസ്റ്റ് വീണ്ടും ബും ഒരു ബൗൺസ് വന്നു. അത് ബുക്കിംഗ് ആയിരുന്നു. ബൗൺസ് വന്നു. വീണ്ടും അത് കഴിഞ്ഞിട്ട് റെസിസ്റ്റൻസിൻ്റെ അബവ് അല്ല പ്രൈസ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഇത്. ഇനി നമുക്ക് നാളത്തെ ഒരു ഡിസ്കഷൻ നമുക്ക് നാളത്തെ ചെയ്യാം. എന്തായിരുന്നു? ഫസ്റ്റ് ഈ ഒരു ലോ ഇത് മാർക്ക് ചെയ്യുക. ഈ ലോ നമുക്ക് എന്താണ് നാളത്തേക്ക് ഒരു സപ്പോർട്ട് സോണാണ്. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ആൻഡ് റെസിസ്റ്റൻസ് ഇനി ഈ ഒരു ഇന്നത്തെ ഹൈ കൂട്ടിക്കോ. ഇന്നത്തെ ഒരു ഹൈയുടെ അബവ് ആണ് നമ്മുടെ റെസിസ്റ്റൻസ്. അതിൻ്റെ അബവ് പ്രൈസ് ബുള്ളിഷ് ആവുള്ളൂ. ഓക്കെ, ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഇത്? ഞാൻ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇത് ABCയുടെ ഫോളാണ്. ഓക്കെ, ABC കംപ്ലീറ്റ് ആയി ഇവിടെ ആൻഡ് ദെൻ വീണ്ടും വന്നത് ABC കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും വരുന്നത് A ആണ്. ഓക്കെ, സോ ഇത് ബിയുടെ ബൗൺസ് ആണ് ഇപ്പോൾ ഇത് കണ്ടത്. ഓക്കെ, ബിയുടെ ബൗൺസ് ആണ്. ബി എത്ര വരെ പോകാനുണ്ട്? ബി നമ്മൾ നോക്കുവാണെങ്കിൽ ബിയുടെ ഒരു നേച്ചറാണ്. ബി ഒത്തിരി കോംപ്ലിക്കേറ്റഡ്. ഐ തിങ്ക് നമ്മൾ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ബട്ട് യെസ് 101% ആ ഒരു റേഷ്യോ അതുകൂടി ഞാൻ ഷെയർ ചെയ്തേക്കാം. ദാറ്റ് മീൻസ് 24,460. സോ ഇത് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഏരിയ ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ അവർ ഇവിടെ നിന്ന് മാക്സിമം ഇവിടെ വരെ കൊണ്ടുപോയിട്ട് പിന്നെ താഴേക്ക് കൊണ്ടുവരും. ഇങ്ങനെ ആണെങ്കിൽ കാരണം റീസൺ എന്താ ഞാൻ പറഞ്ഞു തരാം. ഞാൻ എന്താണ് ഒരു വീക്ക് സൈഡ് ഞാൻ പറയണതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം കാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇത് കണ്ട ഹാങ്ങിങ് മാൻ ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ ഉണ്ടാക്കിയത്. ദാറ്റ് മീൻസ് ഹാങ്ങിങ് മാൻ അറിയാലോ എല്ലാവർക്കും. ടോപ്പിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് വീക്ക് സൈനാണ്. ബോട്ടത്തിൽ ഉണ്ടാക്കുവാണെങ്കിൽ അത് നല്ലൊരു ബുൾ സൈൻ. പക്ഷേ ഇതൊരു വീക്ക് സൈനാണ്. ബട്ട് എപ്പോഴാണ് ഈ ഹൈഡ് അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ പാടില്ല. ഇന്നത്തെ ഹൈഡ് അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ പാടില്ല. ആൻഡ് ദെൻ റിജക്ഷൻ എടുത്ത് താഴെ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് വീക്ക് സൈനാണ്. ഓക്കെ, അതാണ് ഇനി നമുക്ക് നാളത്തെ ഒരു കാര്യം. പിന്നെ ഇത് കണ്ടോ നമ്മളെ ഈ ഒരു ചാനലിൻ്റെ ടോപ്പിൽ തന്നെയാണ് പ്രൈസ് ഉള്ളത്. സോ ബുള്ളിഷ്നെസ് ആണ്. നോ വീക്ക്നെസ്സേ ഇല്ല. ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നിട്ട് മുകളിൽ നിന്ന് റിജക്ഷൻ എടുത്തിട്ട് താഴേക്ക് വരുവാണെങ്കിൽ വെരി ഗുഡ്. അപ്പോൾ പിന്നെ നമുക്ക് ഇത് AI ബിയുടെ ബൗൺസ് വന്നു. ഓക്കെ, പിന്നെ സിയുടെ ഫോൾ 1, 2, 3, 4, 5 വരും 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. ഓക്കെ, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ സിയുടെ ഫോൾ 5 മൂവ്സിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എവിടെ നിന്ന് റിജക്ഷൻ എടുക്കുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഇവിടെ നിന്ന് തന്നെ റിജക്ഷൻ എടുക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കൗണ്ട് ചെയ്യാം. സോ 1, 2, 3, 4, 5. ഓക്കെ, അങ്ങനെ വരും. സോ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. വേറെ നമുക്കൊന്നുമില്ല. ബാക്കി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പോകാം. ഓക്കെ, ഓവറോൾ സ്ട്രക്ചർ ബുള്ളിഷാണ്. വീക്ക്നെസ് ഒന്നും. ബട്ട് യെസ് നമ്മുടെ ഫോർത്ത് വേവ് സ്റ്റാർട്ട് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഇതുവരെ ആയിട്ടില്ല. പ്രൈസ് വീണ്ടും മുകളിലേക്കാണ്. സ്റ്റിൽ മുകളിൽ തന്നെ കിടക്കുന്നു. ചാനലിൻ്റെ മുകളിൽ കൂടിയാണ്. ശ്രദ്ധിക്കുക, നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റി ആയാലും സെയിം അങ്ങനെ തന്നെ ഒരു ചേഞ്ചസും ഇല്ല. ഓക്കെ, സോ ഈ ചാനൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇന്നത്തെ ലോ സപ്പോർട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ സെയിം. ആൻഡ് ഇതിൻ്റെ ഹൈ റെസിസ്റ്റൻസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, ബോത്ത് ഇൻഡെക്സിന് ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കണ്ട ചാനലിൻ്റെ അബവ് ആയിരുന്നു. ആൻഡ് പ്രൈസ് മുകളിലേക്ക് ഇപ്പോൾ റിജക്ഷൻ എടുത്തു ബൗൺസ്. വീണ്ടും അത് തന്നെ
ഒരു ചേഞ്ചസ് ഇല്ല. ഓക്കെ, സോ ഇതിനകത്ത് എനിക്ക് അത്ര തന്നെ ഓവറോൾ സ്ട്രക്ചർ ബുള്ളിഷാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെയും ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ നമുക്ക് നോക്കുക. അത് തന്നെ എക്സാക്ട്ലി ഹാങ്ങിങ് മാൻ കണ്ട. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മോസ്റ്റ്ലി എല്ലാ ഇൻഡെക്സിലും അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണം. ശ്രദ്ധിക്കുക, പ്രൈസ് ഇതിൻ്റെ അബവ് റെഗുലർലി സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ നിൽക്കാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 101% റേഷ്യോ ഞാൻ ഷെയർ ചെയ്തേക്കുന്നതാണ് മോസ്റ്റ്ലി നിഫ്റ്റിയിലും. ഓക്കെ, 101% ആ ഒരു റേഷ്യോ ഞാൻ അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. എന്ന് വെച്ചാൽ അതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ പിന്നെ ബുള്ളിഷിലേക്ക് പോവുകയുള്ളൂ. ദാറ്റ് മീൻസ് 1-2 ക്യാൻഡിൽ സസ്റ്റെയിൻ ആവണം മിനിമം 5 minutes ടൈം ഫ്രെയിമിൽ. അപ്പോഴേ നമുക്ക് മുകളിലേക്ക് നോക്കാവുള്ളൂ, മനസ്സിലായി? അല്ലെങ്കിൽ ട്രാപ്പായിരിക്കും. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഓക്കെ, വേറെ അത് പിന്നെ ഓക്കെ. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഓക്കെ, പ്രൈസിൻ്റെ അബവ് സസ്റ്റെയിൻ ആയി പിന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫർദർ ലെവൽസ് നമ്മൾ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഫർദർ ലെവൽസ് വേണമെങ്കിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഫർദർ ലെവൽസ് നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ വേഗം നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇതാണ് വരുന്നത്. യെസ്, ഓക്കെ, ഇത്രയാണ് ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ്. നിഫ്റ്റിയുടെ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി സെൻസെക്സിലേക്ക് പോകാം നമുക്ക്. സെൻസെക്സ് എല്ലാ ഇൻഡെക്സിലും അത്രേ ഉള്ളൂ. ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്കില്ല, സമാധാനമുണ്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇനി തരേണ്ട, അത്രേ ഉള്ളൂ. ഇതേ കണ്ടോ. ഓക്കെ, സപ്പോർട്ടായി റെസിസ്റ്റൻസായി അതിനോട് ബാക്കി സെൻസെക്സിൻ്റെ ഇത് തന്നെയാണ്. സോ ഇനി ഞാൻ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഇതാണ് സെൻസെക്സിൻ്റെ ഞാൻ 83,200 ഓൾറെഡി ഇന്നലെ ഷെയർ ചെയ്തായിരുന്നു. അവിടെ തന്നെ റിയാക്ഷൻ ഓപ്പൺ ഈസിക്കൽ ടു ഹൈ ആയിരുന്നു. കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം എന്നെനിക്ക് ഈസിയായി. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് സ്റ്റിൽ ഇത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഡയഗണൽ വീണ്ടും ഡയഗണൽ തന്നെ. ഓ, ചാനലിലേക്ക് മാറ്റി ഇവർ. ചാനലായി കേട്ടോ. ഇതുണ്ട്, ഇപ്പോൾ ചാനലിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ കൗണ്ടിങ് എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. 1 2 3 1 2 ചാനലാണെങ്കിൽ ഇത് തേർഡ് വേവ് ആവാം കേട്ടോ. സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഇപ്പോൾ ഇതിന് ചാനലിലേക്കാണ് ഇത് നമുക്ക് ഇവിടെ നോക്കാം. ചാനലിൻ്റെ അകത്താണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഡിലീറ്റ് ചെയ്യുക. സോ ABCയുടെ ഫുൾ സ്ട്രക്ചർ. സോ ഫ്രം ഈ ലോ ടു ദിസ് നമ്മളിത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ABC അങ്ങനെ ആയിട്ടാണ് നമ്മളിത് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ സിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, സിയിൽ 5 മൂവ്സ് ഉണ്ടാവാറുണ്ട്. അതാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് കേട്ടോ. സിയിൽ 5 മൂവ്സ്. ഓക്കെ, 161.80% മുകളിലേക്ക് റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അവിടെ. സോ ആ ലെവൽ കൂടി ഞാൻ മാർക്ക് ചെയ്തേക്കാം. നമ്മുടെ ഇത് ചാനലിലോ കേട്ടോ, ശ്രദ്ധിക്കുക. ഇപ്പോൾ ചാനലിലേക്കാണ് അവർ മാറ്റിയേക്കുന്നത്. സോ 161.80%. ഓക്കെ, സോ ഇത്ര ലെവൽസ് ഇതിനകത്ത് നമ്മുടെ മാർക്കായിട്ടുണ്ട് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ. കണ്ടോ, ചാനലിലേക്ക് കൺവേർട്ട് ചെയ്തേക്കാണ്. ദാറ്റ് മീൻസ് ഇനി ചാനൽ നിഫ്റ്റി നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ പോലെ തന്നെ ഇപ്പോൾ ഇതും അങ്ങനെ തന്നെ ചാനൽ അവരുടെ ചാനൽ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട് അവിടെ. ബട്ട് ഇത് ഇപ്പോൾ സ്റ്റിൽ വീണ്ടും ചാനലിലേക്കെത്താം. ചാനൽ എന്താണെന്നറിയാമോ? ചാനൽ നമുക്ക് ഒരു ശരിക്കും മൂവ് കിട്ടില്ല. ആസ് പെർ ഓപ്ഷൻ ബയർ. ഓപ്ഷൻ സെല്ലറായിട്ട് നമുക്ക് എന്തെങ്കിലും മൂവ് കിട്ടുള്ളൂ. ഓപ്ഷൻ ബയർ ആയിട്ട് നമുക്ക് മൂവ് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ എക്സ്റ്റൻഷൻ അവോയ്ഡ് ചെയ്യാനേ പറയാറുള്ളൂ. കാരണം നമ്മൾ പണ്ടത്തെ സ്റ്റാർട്ടിങ് വീഡിയോസ് ആരെയും കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. മെഗാഫോണിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് തന്നെ ആ സമയത്ത് മാർക്കറ്റ് ഭയങ്കര മോശമായിരുന്നു. മീൻസ് നമ്മൾ ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കും, ബട്ട് പ്രൈസ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരം എന്താ, ഇപ്പോൾ വീഴും, പക്ഷെ അത് വീഴത്തില്ല. ഓക്കെ, അതാണ് അത്. പിന്നെ ലോജിക്ക് എന്താ, ഇപ്പോൾ എക്സ്റ്റൻഷൻ്റെ പ്രൈസ് ഇതിൻ്റെ നമ്മുടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ കണ്ടോ, പ്രൈസ് ചാനലിൻ്റെ അബവ് ആണ്. അപ്പോൾ അബവ് ആണ് പ്രൈസ്, പിന്നെ തിരിച്ച് താഴേക്ക് അകത്തോട്ട് വരുന്നത് വീക്ക്നെസ് സൈൻ സ്റ്റാർട്ടായി. അതാണ് അതിൻ്റെ ഒരു നമുക്ക് പിടിക്കാൻ പറ്റിയത്. എന്തെങ്കിലും നമുക്കത് പിടിക്കാൻ പറ്റും. ഓക്കെ, ഇതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. തേർഡ് വേവിലാണ് ചാനൽ ഉണ്ടാവുള്ളൂ. അത് ശ്രദ്ധിക്കുക. അത് ലൈവ് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏത് ചാർട്ടിൽ വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എക്സ്പ്ലനേഷൻ തരാനാണെങ്കിൽ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് അപ്കമിങ് വീഡിയോസിൽ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുക. താങ്ക് യു സോ മച്ച്.